Hey guys, കുറെ നാൾക്ക് ശേഷം നമ്മുടെ ചാനലിൽ ഒരു ലോങ് വീഡിയോ വന്നിരിക്കുകയാണ്. വെൽക്കം ബാക്ക്. ഇനിയാണ് എന്റെ ഷോ. സോ ഞാൻ ചെറിയൊരു അപ്ഡേറ്റ് പറയാൻ വേണ്ടിയായിരുന്നു ഈ ഒരു വീഡിയോ ചെയ്തത്. നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ദിലീപേട്ടന്റെ ഏറ്റവും പുതിയ സിനിമ ആയിട്ടുള്ള ബബ്ബ എന്ന സിനിമയുടെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. ചെറിയൊരു അപ്ഡേറ്റ് ആണ്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് ഈ സിനിമ ഏത് രീതിയിലാണ് വരാൻ പോകുന്നത്. അതായത് ഈ ഒരു സിനിമയുടെ വേൾഡ് എന്താണ്, ഇതിന്റെ ഒരു ജോണർ മൂഡൊക്കെ എന്താ നമുക്ക് അറിയാം. ഫ്രം ദ ഇനീഷ്യൽ തൊട്ട് ഇപ്പൊ വന്നിട്ടുള്ള അപ്ഡേറ്റ് വരെ ടിൽ ദ ഡേറ്റ് വരെയുള്ള ഓരോ അപ്ഡേറ്റിലും നമുക്ക് അറിയാം ഈ സിനിമയുടെ ഒരു റേഞ്ച് എന്താണെന്നുള്ളത്. ഒരു ഔട്ട് ആൻഡ് ഔട്ട് തിയേറ്ററിൽ വൈബ് ചെയ്യാൻ പറ്റുന്ന ഒരു മാസ് എലവേഷൻ ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. എക്സാക്ട്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ റൺവേയുടെ ഒരു വേറൊരു ബെറ്റർ വേർഷൻ. റൺവേ നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരിക്കലും ഈ ട്രെയിലർ കണ്ടപ്പോ എവിടെയൊക്കെ ഒരു വാളയാർ പരമശിവത്തിന്റെ ഒരു ഓറ ദിലീപേട്ടന്റെ മുഖത്ത് നമുക്ക് ഫീൽ ചെയ്തു. ആ ഒരു എനർജി ഫീൽ ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എക്സാക്ട്ലി ആ വേർഡ് തന്നെ എടുക്കാം, ഓറ. അത് ആ പരമശിവത്തിന്റെ ഓറ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു അത്രയും എനർജിയാണ് ആ ഒരു ക്യാരക്ടറിന്. സോ അതേ സെയിം എനർജി നമുക്ക് ഈ പടത്തിൽ ദിലീപേട്ടന്റെ കാണും. ഇതൊക്കെ ഒരുപാട് നാളായിട്ട് മിസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാട്ടോ. ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് നാളെ ഇങ്ങനെ ഒരു ദിലീപേട്ടൻ നമുക്ക് കണ്ടിട്ട് ഇങ്ങനെയൊക്കെയാണ് വേണ്ടത്. നമുക്ക് സത്യം പറഞ്ഞാൽ ദിലീപേട്ടൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ വരുന്ന ഒരു ക്യാരക്ടേഴ്സ് കാണാൻ ഭയങ്കര രസമായിരിക്കും. ഞാൻ പറഞ്ഞു വന്നത്, ഈ പടത്തിന് ഇപ്പൊ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു ഇനീഷ്യൽ ഹൈപ്പ് ഉണ്ട്. ഈ ഹൈപ്പ് ഉണ്ടാവാൻ തന്നെ കാരണം ഒരുപാടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ അനൗൺസ്മെന്റ് മുതൽ ഇപ്പൊ വന്നിട്ടുള്ള ഓരോ അപ്ഡേറ്റിലും നമുക്ക് ഈ പടം കാണാനുള്ള എക്സൈറ്റ്മെന്റ് കൂടിക്കൂടി വരികയാണ്. അതിൽ കുറെ ഫാക്ടേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ആക്ടേഴ്സ് ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ തിയേറ്ററിലൊക്കെ ഇവരുടെ പടം, അതായത് ധ്യാന്റെ പടമാണെങ്കിലും നമ്മുടെ വിനീത് ശ്രീനിവാസന്റെ പടമാണെന്നുണ്ടെങ്കിലും അവരുടെയൊക്കെ ഒരു ക്യാരക്ടേഴ്സ് ഈ ഒരു രീതിയിലാണ്. അതായത് ഇങ്ങനത്തെ ഒരു കൂൾ ആറ്റിറ്റ്യൂഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർ ഏത് രീതിയിൽ പെർഫോം ചെയ്യണമെന്ന് നമുക്ക് നല്ല പോലെ അറിയാം. ഇതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇതിനകത്തൊരു വലിയൊരു ഫാക്ടർ ഉണ്ട്. യെസ്, നമ്മുടെ ലാലേട്ടൻ ഈ പടത്തിന്റെ ഒരു ഭാഗമാണെന്ന് അറിഞ്ഞപ്പോ തൊട്ട് എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ട് നിൽക്കുകയാണ്. കാരണം അറിയാലോ, ലാലേട്ടനൊക്കെ ഒരു മാസ് പടത്തിൽ വന്നിട്ട് അഭിനയിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതും ഒരു എക്സ്റ്റൻഡഡ് ക്യാമറ റോളിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, അതും ഈ ഒരു സിനിമയിൽ വരികയാണെന്നുണ്ടെങ്കിൽ അറിയാം ഈ പടത്തിന്റെ വലിപ്പം ഏത് രീതിയിലായിരിക്കും. സോ ഈ ഫാക്ടേഴ്സ് ഒക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാലും ഇപ്പൊ വന്നിട്ടുള്ള അപ്ഡേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്ഡേറ്റ് ഒരു റൂമറാണ്, എന്നാൽ ഒരു സ്ട്രോങ് റൂമർ കൂടിയാണ്. മറ്റൊന്നുമല്ല, പടത്തില് ഒരു പെർട്ടിക്കുലർ സീനില്, ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനില് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് യൂസ് ചെയ്യുന്നുണ്ട്. അതൊരു ഫൈറ്റ് സീക്വൻസ് ആണ്. സോ ആ ഒരു ഫൈറ്റ് സീക്വൻസിന് വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ മണിച്ചേട്ടന്റെ സോന സോന എന്നുള്ളൊരു പാട്ടാണെന്നാണ് ഇപ്പൊ വന്നിട്ടുള്ള ഒരു റൂമർ. ജസ്റ്റ് ആലോചിക്കുമ്പോ തന്നെ നമുക്കൊന്ന് ആ തിയേറ്റർ എക്സ്പീരിയൻസ് എത്രത്തോളം ഉണ്ടാവും നമുക്ക് ജസ്റ്റ് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? എനിക്ക് പറ്റുന്നില്ല സത്യം പറഞ്ഞത്. ഡയറക്ട്ലി എക്സ്പീരിയൻസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് ഇപ്പൊ തന്നെ. കാരണം അത്രയും എക്സൈറ്റ്മെന്റ് എനിക്ക് കൂടി. കാരണം അറിയാം ആ സോന സോന പാട്ടിന്റെ റേഞ്ച് എന്താണെന്ന് നമുക്ക് നല്ലപോലെ അറിയാം. സോ ആ പാട്ട് ഇതുപോലൊരു സിനിമയിൽ കറക്റ്റ് സിറ്റുവേഷനിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ തിയേറ്ററിൽ നിന്ന് കത്തുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമുക്ക് വേണ്ട എന്നുള്ളതാണ് അതിന്റെ ഒരു സത്യം. ഇതുവരെ പ്രൊഡക്ഷൻ ടീമിന്റെ ഭാഗത്ത് നിന്ന് ഈ സിനിമയുടെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നിട്ടില്ല. ഐ മീൻ റിലീസ് ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. എപ്പോഴാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എപ്പോ വന്നാലും ഫസ്റ്റ് ഷോ പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം എനിക്കില്ല. സോ FDF ലോക്ക് ചെയ്ത ഒരു സിനിമ തന്നെയാണ് ബബ്ബ. അപ്പൊ എന്തായാലും ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നേരം പരിഗണിക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. വീണ്ടും സന്ധിക്കവരേക്കും വണക്കം.